ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ആണ്. കുറച്ച് കംഫോർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്താണ് ഞാൻ ട്രിവാൻഡ്രം എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരു കോഴ്സ് ചെയ്യണം ഗൈസ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നന്നെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ജസ്റ്റ് കയറി അതൊക്കെ ഒന്ന് കണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യാം. കുറേ പേര് എനിക്ക് DM ചെയ്ത് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വിഗ്ഗി ബെറ്റർ ഓപ്ഷനാണ്, ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ അകത്ത് ചൂസ് ചെയ്ത് ഞാൻ സ്വിഗ്ഗി ആപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. എനിക്ക് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈക്ക് റൈഡ്. എനിക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ അത്യാവശ്യം ക്രൈസ് കാര്യങ്ങളൊക്കെ ഉള്ള റേസ്. ഈ ട്രാഫിക്കിനിടെ കുത്തി ആ സംഭവം ഉള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് നമുക്ക് സ്വിഗ്ഗി അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അങ്ങനെ വന്നപ്പോഴാണെങ്കിൽ ഇൻസ്റ്റാമാർട്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇൻസ്റ്റാമാർട്ടിൽ ഞാൻ കണ്ടൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എറൗണ്ട് നമ്മൾ ഹബ്ബിൽ നിന്ന് എറൗണ്ട് ഒരു 5 കിലോമീറ്റർ ചുറ്റളവേ നമുക്ക് വരുന്നുള്ളൂ സാധനം കൊണ്ട് കൊടുക്കാനായിട്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം 2 ദിവസം അതുകൂടി എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. ഉള്ള പോലെ പറയണത് കുറച്ച് പേപ്പർ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പർ എഴുതാൻ വേണ്ടി ഒരാഴ്ച ഞാൻ നാട്ടിൽ പോയിട്ട് നേരെ തിരിച്ചിപ്പോൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ യൂണിഫോം കാര്യങ്ങളെല്ലാം ആദ്യം നമ്മൾ കയറിപ്പോൾ തന്നെ പേ ചെയ്യണം. ക്യാരി ബാഗ്, അത് ബാഗ്, യൂണിഫോം 2 എണ്ണം അതിന് നമ്മൾ പേ ചെയ്ത് പോയി. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ പിള്ളേർ മേടിച്ച് വെച്ചു. അങ്ങനെ അത് അൺബോക്സ് ചെയ്യണം. 2 യൂണിഫോമും ബാഗും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കാം, അൺബോക്സിങ് എത്ര ചെയ്യാൻ കിടക്കുന്നല്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് അന്ന് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് കൂടുതൽ കാര്യങ്ങൾ എല്ലാം പറയാം. നമുക്ക് ഇനി ഒരു പാക്കിംഗ് ആണ് വന്നേക്കുന്നത്. പൊട്ടിച്ചേരുന്നു, പൊട്ടിക്കാം. പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് 2 യൂണിഫോം വന്നിട്ടുണ്ട്. 2 യൂണിഫോമും പിന്നെന്തോ കരടിയും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പേ ചെയ്ത് വരുവാനോ പിന്നെ നമുക്കറിയാം. പിന്നെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാം ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ജസ്റ്റ് അൺബോക്സ് ചെയ്യും, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു ബാഗ് ഉണ്ട്, 2 യൂണിഫോം ഉണ്ട്. യൂണിഫോം എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഹാഫ് സ്ലീവും ഒരെണ്ണം ഫുൾ സ്ലീവും ആണെന്ന് തോന്നുന്നു. വേണ്ട, നമ്മൾ ഒരു മര്യാദ രീതി തുറക്കാം. എൻ്റെ ഒരു ഇതിലാണെങ്കിൽ ഇങ്ങനെ വലി അങ്ങനെയാണ് നമ്മുടെ അൺബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റിയില്ല. പോട്ടെ. യെസ് ഒന്ന് ഫുൾ സ്ലീവ്, ഒന്ന് ഫുൾ സ്ലീവ്, ഒന്ന് ഹാഫ് സ്ലീവ് ആണ് ആയിരിക്കണം. നോക്കാം. നല്ല വെയിലുണ്ട്. ആകെ ഇതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് കിടന്നു. നമ്മളതിൻ്റെ പാർട്ട് ടൈം വൈകുന്നേരങ്ങളിലേ നോക്കുന്നുള്ളൂ. കൂടുതലും വൈകുന്നേരങ്ങളിൽ ഓടാൻ പോന്നേ. ഒരു ഹാഫ് ടീഷർട്ടിൻ്റെ അകത്ത് ഒരു പോക്കറ്റ് വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അത് 2 കാര്യങ്ങളായി. അപ്പം നമ്മളെ ജസ്റ്റ് ചെറിയൊരു അൺബോക്സിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വന്നു കാണും. എനിക്കും അതിന് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്ത് അറിയാനോടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഒറ്റടി പൈസ കൊടുത്തിട്ട് ഇത് വരുത്തുന്ന പരിപാടി 1000 രൂപ സംതിങ് ആണ്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ അപ്പോൾ ഫണ്ടില്ല, നമ്മൾ ഓടി ഇതിൻ്റെ ബില്ല് അല്ല അടച്ചു, അതായത് ഓടുന്ന പൈസ കൊണ്ട് അടയ്ക്കാനാണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമ്മളിതിൻ്റെ അകത്ത് കയറി സൈൻ ഇൻ ചെയ്ത് ആ തോട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയും. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നേരത്തെ കൊടുത്ത് വെച്ചേക്കായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഓർഡർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ ടീഷർട്ട് പ്ലസ് ബാഗ് പാക്കിംഗ് ആവും. എനിക്ക് ഏതാണ്ട് 1 വീക്ക് 2 വീക്കിനടുത്ത് എത്തി. ഞാൻ ആദ്യത്തെ ഓർഡർ എടുത്ത് ഒരു 3 ദിവസം അടുപ്പിച്ചങ്ങെടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും നാട്ടിൽ പോയി കുറച്ച് പേപ്പർ ക്ലിയർ ആയിട്ടുണ്ട്. ആ പേപ്പർ ക്ലിയർ ചെയ്ത് തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് സാധനം വന്നത്. ഏകദേശം ഒരു 1 വീക്ക് 2 വീക്കിനടുത്ത് അറൗണ്ട് ആയിട്ടുണ്ട് വരാൻ എടുത്ത ടൈം. അതിൻ്റെ ഫീസ് പിടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ ഒരു 150 രൂപ ഫസ്റ്റ് ദിവസം പിടിച്ച്, ഓൺ ബോർഡിങ് ഫീസ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ഒരു 500 പിടിച്ച്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 500 പിടിച്ച്. ഇനിയും ബാക്കി പിടിക്കുമായിരിക്കും. ഇനിയിപ്പോൾ ഓടാൻ ഇന്ന് തൊട്ട് ഇനിയും പോയി തുടങ്ങണം. അപ്പം അതിൻ്റെ ഓർഡർ എങ്ങനെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെ അകത്ത് കുറേ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 2 മണി 3 മണി ടൈം ഇറങ്ങിയുണ്ടല്ലോ, നല്ല കിട്ടില്ല വെയിലെന്ന് പറഞ്ഞാൽ പഴുത്തു പോകും നമ്മൾ. അത് ഞാൻ മറ്റേ മാസ്ക്, കയ്യിലിടുന്ന സ്ലീവ് ഒന്നും മേടിച്ചിട്ടില്ല. അതെല്ലാം ഇനിയും സെറ്റ് ചെയ്യണം. സ്ലീവ് എൻ്റെ കൂട്ടുകാരൻ്റെ ഉണ്ട്. അത് നമുക്ക് ഇന്നൊരു ദിവസം അടിച്ച് വരിക്കൊണ്ട് പോകാം. ഇന്ന് പണിക്കിറങ്ങണം. കയ്യിലാണെങ്കിൽ 5ൻ്റെ പൈസയില്ല. നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നേ ഉള്ളൂ. ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ പൈസ വേണം. വീട്ടിൽ പൈസ ചോദിക്കത്തില്ല, ചോദിച്ചാൽ കിട്ടും. പക്ഷെ നമ്മൾ ചോദിക്കത്തില്ല.
ചോദിക്കരുതല്ലോ. അപ്പം ഞാൻ ഇവിടുത്തെ ഫണ്ടെല്ലാം ഇതിൽ നിന്നാണ് ഈ സെറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് വെയിൽ. ഭയങ്കര വലിയ വെയിലാണ്. ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരം ഭയങ്കര ട്രാഫിക്, രണ്ടാമത്തെ കാര്യം വെയിൽ. ഈ ട്രാഫിക്കിനിടയിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ട്രാഫിക് ഒരു വിഷയമുള്ള കാര്യമേ അല്ല. പക്ഷെ വെയിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ ഇവന് വല്ല കടയിൽ കയറി ഇരുന്നാൽ പോയി എന്തിനേക്കണമെന്ന് പറയുന്നത്. എടാ കടയിൽ കയറിയാൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ചോദിച്ചേ, ഒരു കടയിൽ ചെന്ന് ചോദിച്ചു 12 മണിക്കൂർ ഡ്യൂട്ടി ഓക്കെ നിൽക്കാം. ഒരു രണ്ടാമതിനോട് പറയാം എടുത്ത വയലിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോൺ കയറിപ്പോൾ അവരുടെ ലോക്കറി വെക്കണോ. നമ്മൾ ഈ തിരുവനന്തപുരത്ത് വന്നത് പഠിക്കാൻ പ്ലസ് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ. 12 മണിക്കൂർ ഫോൺ തരാതെ അതിൻ്റെ അകത്ത് പിടിച്ചിരുന്നാൽ ഞാൻ എന്തെടുത്തിട്ട് വീഡിയോ എടുക്കണം? ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യും, എപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു തിങ് വന്നപ്പോഴേ വിട്ട് കടയിൽ നിൽക്കേണ്ട, സ്വിഗ്ഗി അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ടിലോട്ട് പോവാം. ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗി പറഞ്ഞില്ലേ, ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗിയുള്ള ഡിസഡ്വാൻറ്റേജ് പറഞ്ഞില്ലേ. ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5 കിലോമീറ്റർ ചുറ്റുള്ള അറിയാവുന്നവർ കാണും. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ സാധനം കൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണ്, ഗ്രോസറീസ് കൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അതായത് സ്വിഗ്ഗിയുടെ പരിപാടി, സ്വിഗ്ഗിയുടെ തന്നെ ഒരു പാർട്ണർഷിപ്പിലുള്ള സാധനമാണ് ഇൻസ്റ്റാമാർട്ട്, അറിയാലോ. പിന്നെ സ്വിഗ്ഗി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ഡെലിവറി ജോബാണ്. ഫുഡാണ് കൊണ്ട് കൊടുക്കേണ്ടത്. ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ കുറേ ലാഗ് കാര്യങ്ങളൊക്കെ വരും. അതായത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കേണ്ടി വരും, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഒരു സോൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ഒരു റൗണ്ട് ഏരിയ ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇതോടെ നല്ല ഇൻസ്റ്റാമാർട്ടാണ്, 5 കിലോമീറ്ററേ ഉള്ളൂ, വലിയ തിരക്ക് കാര്യങ്ങളൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാമാർട്ട് ചെന്ന് തല വെച്ച് കൊടുത്തിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയുണ്ട്, ഈ വെയിൽ കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടി അറൗണ്ട് എൻ്റെ ഒരു ദിവസം ഞാൻ ഏൺ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒരു 1000 to 1200 ഞാൻ ഏൺ ചെയ്യുന്നുണ്ടാണ്. ആദ്യത്തെ നമുക്ക് 3-4 ദിവസം 20 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും. ഞാനത് അച്ചീവ് ചെയ്തു. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഓർഡർ കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്ക് കിട്ടുന്നതില്ല 15, അതായത് 600 മീറ്റർ, ഹബ്ബിൽ നിന്ന് 600 മീറ്റർ അപ്പുറത്ത് ഉള്ള വീടൊക്കെ ഉണ്ട്. ചിലയിടത്തേക്ക് ഓർഡർ എടുത്താൽ ഭയങ്കര വിറ്റാണ്. ഞാൻ നാളെ ഒരു ദിവസം പോയി ഒരു 2 തേങ്ങയും കൊണ്ട് ഒരു 15 കിലോയുടെ കൊണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അവർ അവരുടെ ടൈം കാര്യങ്ങളെല്ലാം സേഫാക്കി സാധനം ഓർഡർ ചെയ്യല്ലേ. ഒന്നാമത് ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കഥകൾ പറയണ്ടേ. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഇൻസ്റ്റാമാർട്ടിൻ്റെ കുറേ ചലഞ്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് അതും കൊണ്ടുവരാം. മറന്നിട്ടില്ല, 6 month ചലഞ്ച് മൈൻഡിലുണ്ട്. അത് റീസ്റ്റാർട്ട് ആകണം. ഇവിടെ വന്നു, ഞാൻ പറഞ്ഞില്ലേ സപ്ലൈയുടെ കാര്യം, ഞാൻ ഇനി അത് തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ സപ്ലൈ ഒരു പകുതി വെച്ച് നിന്നോളൂ. മറ്റേ നമ്മുടെ ചലഞ്ച് നിന്ന് ഈ എക്സാം കാര്യങ്ങൾ കയറി വന്നിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ വന്നു ഇനി ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ജിം കണ്ടുപിടിച്ച് അവിടെ പോയി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നാണ് ഇനിയുള്ള ആദ്യത്തെ ചലഞ്ച്. നമുക്ക് രണ്ടും കൂടെ ഒരുമാതിരി കൊളാബ് ചെയ്ത് പോകും. ജിം കണ്ടന്റും കാണും, ഇൻസ്റ്റാമാർട്ടിൻ്റെ കണ്ടന്റും കാണും. നമുക്ക് ജോലിക്ക് പോകാതെ ഇത് മാത്രം എടുക്കാനുള്ള സാമ്പത്തികം ഇല്ല. സാമ മിഡിൽ ക്ലാസ് പോയി യുനോ ദാറ്റ്. അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. ജിമ്മും വേണം, ഇതും വേണം. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിച്ച് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു വ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് പറയുന്നത് ജിമ്മിൽ ചേർന്ന വീഡിയോ വരും. പ്ലസ് ഇൻസ്റ്റാമാർട്ട് എങ്ങനെ ഓടാം, എങ്ങനെ അതിൻ്റെ ഓർഡർ എടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആയിരിക്കും. നെക്സ്റ്റ് എന്തായാലും ഒരു വീക്കിൽ 1 വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. ഇൻസ്റ്റാമാർട്ട് ജിം അങ്ങനെ കൊളാബ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോയിലേക്ക് പോകും. അപ്പം ഇത്ര വീഡിയോ ഇന്ന് കണ്ട എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്തിട്ട് പോണേ. ടാ.